ഞാൻ സാന്റിയാഗോ മാർട്ടിൻ എന്നുള്ള വ്യക്തിക്കെതിരായിട്ടല്ലല്ലോ സമരം ചെയ്തത്. സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ. സാന്റിയാഗോ മാർട്ടിൻ ഞങ്ങൾ ഇതര സംസ്ഥാന ലോട്ടറി മാഫിയക്കെതിരായിട്ടാണ് സമരം ചെയ്തത്. ആ സമരം അന്തിമമായ ഫലത്തിലെത്തുകയും ചെയ്ത് ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിരോധിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തി. ലോട്ടറിക്കാർ ആർക്കൊക്കെ കാശ് കൊടുത്തെന്നുള്ള ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരം വരട്ടെ, അപ്പോൾ വരും. അല്ല, ഇത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്. എല്ലാ അന്വേഷണവും മരവിപ്പിക്കപ്പെട്ടു. എല്ലാ അന്വേഷണവും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളെല്ലാം കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരല്ലേ, കേന്ദ്ര ഏജൻസികൾ നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകിയിരുന്ന റിപ്പോർട്ടുകൾ എന്താണ്? വൺ ഫൈൻ മോർണിംഗ്, ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം നിർത്തി, എല്ലാ കട്ടയും പണവും ഫയലും മടക്കി തിരിച്ചുപോയി അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇപ്പം അതുപോലെ തന്നെ കരുവന്നൂർ ED അന്വേഷണം, മാസപ്പടിയിലുള്ള SFI അന്വേഷണം, എവിടെ? ഒരു അന്വേഷണം ഇല്ലല്ലോ, ഒരു നോട്ടീസ് പോലും കൊടുക്കുന്നില്ലല്ലോ. മറ്റത് എന്തായിരുന്നു ബഹളം? അപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ഓർഗനൈസറിൻ്റെ RSS നേതാവായ ബാലശങ്കർ പറഞ്ഞതുപോലെ CPMുമായി ഞങ്ങൾക്കൊരു ബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ CPMനെ സഹായിച്ചിട്ടുണ്ട്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അവർ തമ്മിൽ ധാരണയാണ്, കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ധാരണയാണ്. അതോടൊപ്പം അവർക്ക് BJPയെ ഭയവുമാണ്. ആ ഭയത്തിലാണ് BJP കേന്ദ്ര ഏജൻസികളും പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, CPMനെ നിർത്തിയിരിക്കുന്നത്. ആ അപകടത്തെ, ആ പേടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അനുയായികളെ കൊണ്ട്, ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് ഇരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ ആയിട്ട് ഇരിക്കുമ്പോൾ, അദ്ദേഹം അറിയാതെ EP ജയരാജനും AK ബാലനും ഒക്കെ വന്ന് ഈ BJP അനുകൂല പ്രസ്താവനകൾ നടത്തുമോ? അപ്പോൾ കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞ് BJPയെ സന്തോഷിപ്പിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ കേസുകളുടെ പേടിയാണ്. SNC ലാവിൽ നടക്കമുള്ള കേസുകളുടെ പേടി. 22 പ്രാവശ്യം രജിസ്ട്രി മാറ്റിവെച്ചാണ്, 38 പ്രാവശ്യം കോടതി മാറ്റിവെച്ചാണ്. 6.5 കൊല്ലം ആ കേസ് തുടങ്ങിയിട്ട്. എവിടെ? ഏതെങ്കിലും കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചരിത്രത്തിൽ? ഇത്രയും പ്രധാനപ്പെട്ട ഒരു അഴിമതി കേസ് അവർ സഹായിക്കുകയാണ്, ചേർത്ത് നിർത്തുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ്. കുഴൽപ്പണ കേസ് എവിടെ പോയി? കുഴൽപ്പണ കേസ് BJP നേതാക്കന്മാരുടെ പേര് തെളിവുകൾ കിട്ടിയതാണ്. ഒരാളെ അറസ്റ്റ് ചെയ്തോ? ഒരാളെ പ്രതിയാക്കിയ കേസിൽ? പിന്നെ ആർക്ക് കൊണ്ടുവന്നാണ് പണം? ഈ പണം ആർക്ക് കൊണ്ടുവന്നാണ്? പ്രോസിക്യൂഷൻ കേസ് എന്താണ്? ആർക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണെന്ന് വേണ്ടേ കേസ്? ഹവാല എന്ന് പറഞ്ഞാൽ കുഴൽപ്പണമായിട്ട് വരുമ്പോൾ അത് ഒരു സ്ഥലത്ത് നിന്ന് അത് ഒറിജിനേറ്റ് ചെയ്ത് അവിടെ നിന്ന് ആരംഭിച്ച് വേറൊരു ഡെസ്റ്റിനേഷനിൽ എത്തണ്ടേ? അതിനൊരു പ്രോസിക്യൂഷൻ കേസ് വേണ്ടേ? അല്ലെ ഇവിടെ പാവങ്ങൾക്ക് വിതരണം നടത്താൻ വേണ്ടി കൊണ്ടുവന്ന കുഴൽപ്പണമാണോ? അങ്ങനെയാണോ പ്രോസിക്യൂഷൻ? കേരള പോലീസിൻ്റെ കേസ് ആണോ? ആർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പണമാണ്? ആരാണത് അതിൽ ചരട് വലിച്ചത്? അതൊന്നുമില്ലല്ലോ. കുഴൽപ്പണ കേസ് എങ്ങനെയാണ് മൂടി വെച്ചത്? എങ്ങനെ മൂടി? ആർക്കാണെന്ന് പറയുന്നുണ്ടോ കേസ്? ആർക്കാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ BJP പ്രസിഡന്റ് കേസിലെ പ്രതിയാ, അകത്താണ്. പറഞ്ഞില്ല, സഹായിച്ചു പേടിച്ചിട്ട്. ഈ പിണറായി വിജയനാണ് സഹായിച്ചത്. ആ സുരേന്ദ്രൻ വന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല, BJP വടകര ജയിക്കുമെന്നല്ല, ഞങ്ങൾ അവരെ ജയിപ്പിക്കുമെന്നാണ് BJP. തൃശ്ശൂർ ജയിക്കില്ല പറയാണ്. സുരേന്ദ്രൻ നന്ദി പറയാണ് EP ജയരാജന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നല്ല, സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ്, മിടുക്കന്മാരാണെന്ന് പറഞ്ഞതിന് നന്ദിയെന്ന്. എന്തൊരു ബന്ധമാണിത്? ഇത് ഞാൻ പറഞ്ഞ അന്തർധാരയെല്ലാം മാറി ബിസിനസ് പാർട്ട്ണർഷിപ്പും സ്നേഹബന്ധവും ആത്മബന്ധമായി ഒരുമിച്ചായി. കോൺഗ്രസ് വിരുദ്ധതയാണ് ഇവരെ കൂട്ടിച്ചേർക്കുന്നത്. പിന്നെ ഈ സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണവും. അതെന്താണെന്നറിയോ? ഒന്ന്, മുഖ്യമന്ത്രി അതിൽ പ്രതിക്കൂട്ടിലാണ്. കാരണം 2019 പൗരത്വ നിയമത്തിനെതിരായി നടത്തിയ പ്രതിഷേധത്തിൽ എടുത്ത കേസുകൾ പിൻവലിക്കാം എന്നുള്ള വാക്കു പാലിക്കാതെ BJPയുടെ കൂടെ കൂടി. ഒന്ന്, അപ്പോൾ അത് മറച്ചു വയ്ക്കാൻ വേണ്ടി. 2, വിഷയം മുഴുവൻ മാറ്റണം, എല്ലാം പൗരത്വത്തിൽ മാത്രം നിർത്തണം. കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധവും രോഷവും അമർഷവും അതിന് മറയിടണം. മൂന്നാമത്തെ കേസ് എന്താ? മൂന്നാമത്തെ കേസ് BJP CPM ബാന്ധവം മറച്ചു വയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് മാത്രം പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. മാസപ്പടി ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ചെവി വെക്കാൻ പാടില്ലെന്ന് ചോദിക്കും. നിങ്ങളോട് ഏതെങ്കിലും ഒരു ഉത്തരത്തിന് മാസപ്പടിയെപ്പറ്റി ഒരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയില്ല, ഒരു ഉത്തരവും പറയില്ല. എല്ലാവരെയും വിമർശിച്ച് നടക്കുന്നത് പൊതുമരാമത്ത് മന്ത്രിയുണ്ട്. ഇന്നലെയും
ആ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ വിമർശിച്ചു. ഭയങ്കര വിമർശനമാണ്. പക്ഷെ മാസപ്പടി ചോദിച്ചാൽ നാവ് ഉപ്പിലിട്ട് വെച്ചേക്കാണ്. മിണ്ടില്ല, ഒന്നും പറയില്ല. ഒരു അഴിമതി ആരോപണത്തിനും മറുപടി പറയില്ല. അത് ഞങ്ങളല്ല പറയേണ്ടതെന്ന് പറയും. പിന്നെ ആരെ ഉടയ നമ്പരാനാണ് പറയേണ്ടത്? ഇവരല്ലാതെ അഴിമതി നടത്തിയവരല്ലേ പറയേണ്ടത്? ഞാനത് ഇന്നലെ പറഞ്ഞിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് സർക്കാർ. രണ്ടാം ഗഡു കൊടുക്കേണ്ടത് ഓഗസ്റ്റിലായിരുന്നു, അത് കൊടുത്തത് ഡിസംബറിലാണ്. അത് മുഴുവൻ തുകയും കൊടുത്തില്ല. മാത്രമല്ല, കൊടുത്ത തുക ചെലവഴിക്കാൻ പറ്റിയില്ല. ട്രഷറിയിൽ ബാൻ വന്നു. 5 ലക്ഷത്തിന് മീതെ പറ്റില്ല, 50,000 മീതെ പറ്റില്ല, 1 ലക്ഷത്തിന് മീതെ പറ്റില്ല എന്ന് പറഞ്ഞു. ഡിസംബറിൽ കൊടുക്കേണ്ട 3-ാം ഗഡു കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് കൊടുക്കുന്നത്. കൊടുക്കുന്നതിന് മുമ്പ് ട്രഷറിയിലെ ബാൻ വന്നു. അതായത് ഇനി ഒരു ചെക്കും 22-ാം തീയതിക്ക് ശേഷം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് 21-ാം തീയതി ഒരു ഉത്തരവിറക്കി. മാർച്ച് 21. ഞങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ മാർച്ച് 31-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞിട്ട് പുലർച്ചെ വരെ ബില്ലുകൾ സ്വീകരിക്കും. ഇപ്പോൾ മാർച്ച് 21-ാം തീയതി ഉത്തരവിറക്കി. 22-ാം തീയതി കഴിഞ്ഞാൽ കൊടുക്കണ്ടെന്ന് പറയും, ഒരു ബില്ലും കൊടുക്കണ്ടെന്ന് പറയും. 22-ാം തീയതി ലോക്കൽ ബോഡി ഇത് ഓൺലൈനിലൂടെ ചെയ്യാൻ പോകുമ്പോൾ ഓൺലൈൻ സെർവർ തകരാറ്, തീർന്നല്ലോ. ആ സമയപരിധി കഴിയുമ്പോഴാണ് 3-ാം ഗഡു 1850 കോടി കൊടുത്തെന്ന് പറയുന്നത്. കൊടുത്തിട്ട് എന്താ കാര്യം? ചെക്ക് മാറുമോ? ഇത് മാർച്ച് 22-ാം തീയതിയാണ് 3-ാം ഗഡു. അത് കടലാസിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. ആ പൈസ ചിലവാവില്ല, പണം ചിലവാവില്ല. മാത്രമല്ല, ലോക്കൽ ബോഡികളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ്? സർക്കാരിന് എന്താ അധികാരം? അധികാര വികേന്ദ്രീകരണ നിയമം, പഞ്ചായത്ത് രാജ് നിയമവും നഗരപാലിക നിയമവും വന്നതിന് ശേഷം പഞ്ചായത്തുകളുടെ തനത് വരുമാനം ട്രഷറിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഉത്തരവിറക്കാൻ അല്ലെങ്കിൽ സർക്കുലർ ഇറക്കാൻ സർക്കാരിന് എന്തധികാരം? സർക്കാരിന് അധികാരമില്ല. അതുകൊണ്ടാണ് UDF പഞ്ചായത്തുകളോട് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരധികാരമില്ല. അപ്പോൾ ലോക്കൽ ബോഡിക്ക് 1/3 തുകയാണ് ആകെ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വർഷം. പണം കൊടുക്കുകയില്ല. അവരുടെ തനത് വരുമാനം അങ്ങോട്ടും കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തിരിച്ച് ട്രഷറിയിൽ ഇടണം. ശമ്പളം കൊടുക്കാൻ കാശില്ല, അടുത്ത മാസത്തേക്ക് ഇലക്ഷനും അല്ലേ. ഇതാണ് സ്ഥിതി. കേരളത്തിൻ്റെ സ്ഥിതി ഇതാണ്. ദയനീയമായ സ്ഥിതിയാണ്. ഒരു കാലത്തും വരാത്ത സ്ഥിതിയാണ്. ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. 15,000 കോടി രൂപയുടെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത്. പഞ്ചായത്തിലൊന്നും ഒരു കരാറുകാരൻ ഒരു കേസ് കൊടുക്കുന്നില്ല, ഒരു വർക്ക് കൊടുക്കുന്നില്ല, പൈസ കൊടുക്കാൻ ഇല്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പൈസ കൊടുക്കാനില്ല, ഒറ്റ വർക്കിൻ്റെ പൈസ കൊടുക്കുന്നില്ല. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടക്കേണ്ട മാസമാണിത്. മാർച്ച് ഏപ്രിൽ മാസം, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ. ഡിസംബറിലെ തുലാവർഷം കഴിഞ്ഞാൽ ഉള്ള 3-4 മാസമാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം വേനൽ മഴയാണ്. അപ്പോൾ ഒരു വർഷത്തിലുള്ള 4 മാസമാണ് ഈ പ്രവർത്തികൾ നടത്തേണ്ട സമയം. ആ സമയത്ത് ചെക്ക് മാറില്ല, പൈസ കൊടുക്കില്ല, കോടിക്കണക്കിന് രൂപ കരാറുകാർക്ക് കൊടുക്കുക. എല്ലാ കരാറുകാരും ഓടിയെടുത്ത് ലോൺ എടുത്ത് കടബാധ്യതയിലും പ്രശ്നത്തിലാണ്. പണിയെടുക്കുന്നില്ല അവരാരും. ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്തമാണ്. ഒരു വർക്ക് കൊടുക്കുന്നില്ല. ഇതാണ് സ്ഥിതി, കേരളത്തിൻ്റെ സ്ഥിതി.